പ്രമേഹ രോഗികൾ എപ്പോഴും ക്ലിനിക്കിൽ വരുമ്പോൾ അവർക്കുള്ള ഒരു തെറ്റിദ്ധാരണ പ്രമേഹം ഉള്ളതുകൊണ്ട് അവർക്ക് ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ പറ്റില്ലെന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ എല്ലാ ഗൈഡ് ലൈൻസും അമേരിക്കൻ ഡയബറ്റിസ് അസോസിയേഷൻ അതുപോലെ തന്നെ യൂറോപ്യൻ ഗൈഡ് ലൈൻസും എല്ലാം വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ത്യൻ ഗൈഡ് ലൈൻസിലും പ്രമേഹ രോഗികൾക്ക് പോർഷൻ കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല ഫ്രൂട്ട്സ് സെലക്ട് ചെയ്ത് കഴിക്കുന്നത് ആക്ച്വലി റെക്കമെൻഡഡുമാണ്, നല്ലതുമാണ്. അപ്പോൾ ഇവിടെ പ്രസക്തമായ ചോദ്യം, ഒരു ഡയബറ്റിക് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വാട്ട് ആർ ദ ബെസ്റ്റ് ഫ്രൂട്ട്സ് ദാറ്റ് വി ക്യാൻ ചൂസ്? അപ്പോൾ ഇതിൻ്റെ അകത്ത് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട് ആയിരിക്കണം, ലോ ഗ്ലൈസീമിക് ലോഡും ഉണ്ടാവണം. ഈ രണ്ട് കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എത്ര പെട്ടെന്ന് ഷുഗർ നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ കൂടുമെന്നും, ഗ്ലൈസീമിക് ലോഡ് ഈക്വൽ രണ്ട് ക്വാണ്ടിറ്റീസ് രണ്ട് ഡിഫറെൻറ്റ് ഫ്രൂട്ട്സിൻ്റെ അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും എടുത്താൽ അതിൻ്റെ അകത്ത് എത്ര കാർബോഹൈഡ്രേറ്റ്സ് അതിൻ്റെ അകത്ത് കയറുന്നുണ്ടെന്നുള്ളതാണ് ഗ്ലൈസീമിക് ലോഡ്. ഇത് രണ്ടും മനസ്സിലാക്കണം. അപ്പോൾ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സും ലോ ഗ്ലൈസീമിക് ലോഡും ഉള്ള ഫ്രൂട്ട്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ കാറ്റഗറിയിൽ വരുന്നത് ഏറ്റവും ബെസ്റ്റ് പേരയ്ക്ക, ഗോവ, അതുപോലെ തന്നെ ഓറഞ്ചസ്, അവക്കാഡോസ്, അതുപോലെ ഉള്ള ഫ്രൂട്ട്സ് വളരെ നല്ല ഫ്രൂട്ട്സ് ആണ്. അതുപോലെ തന്നെ ചില ബെറീസ്, സ്ട്രോബെറീസ്, ബ്ലൂബെറീസ്, ഇതെല്ലാം നല്ല ഫ്രൂട്ട്സ് ആണ്. ഗ്രീൻ ആപ്പിൾസ്, അതുപോലെ തന്നെ ഗ്രേപ്സിന്റെ അകത്ത് ഗ്രീൻ ഗ്രേപ്സ് ക്വൈറ്റ് ഗുഡ് ആണ്. അതിന്റെ റെഡ് ഗ്രേപ്സും വയലറ്റ് നിറത്തിലുമുള്ള ഗ്രേപ്സ് കുറച്ചും കൂടി ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലാണ്. പക്ഷേ ഗ്രീൻ ഗ്രേപ്സ് ഗുഡ്. അപ്പോൾ ഇത്തരം ഫ്രൂട്ട്സ് ആണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അതിനകത്ത് പോർഷൻ കൺട്രോൾ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ ഒരു ദിവസം നമ്മൾ 10 ഓറഞ്ച് കഴിക്കാവുന്നല്ല, നമ്മൾ അത് റെഡ്യൂസ് ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ കഴിക്കാവുന്ന നല്ല ഫ്രൂട്ട്സ് ആണിത്. ഡെഫിനറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ട ചില ഫ്രൂട്ട്സ് ഉണ്ട്. ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സും ഹൈ ഗ്ലൈസീമിക് ലോഡും ഉള്ള ഫ്രൂട്ട്സ്. അതിനകത്ത് ഏറ്റവും ആദ്യം വരുന്നത് പഴങ്ങളാണ്. സോ ബനാനാസ്, പ്രത്യേകിച്ച് ഏത്തപ്പഴം, അതുപോലെ തന്നെയുള്ള വേറെ തരം വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ്. ബനാനാസ് പ്രത്യേകിച്ച് നല്ല പഴുപ്പുള്ളതാണെങ്കിൽ നല്ല രീതിയിൽ ഷുഗർ കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെയുള്ളൊരു ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫ്രൂട്ടാണ് മാംഗോസ്, മാങ്ങ. അപ്പോൾ അതും അങ്ങനത്തെ ഫ്രൂട്ട്സ് നമ്മൾ അവോയ്ഡ് ചെയ്യുക. തണ്ണിമത്തൻ, വാട്ടർമെലൻ്റെ അകത്ത് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉണ്ടെങ്കിലും അതിൻ്റെ ഗ്ലൈസീമിക് ലോഡ് നമ്മൾ പോർഷൻ കൺട്രോൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുറവായിരിക്കും. കാരണം വെച്ചാൽ നമ്മളെല്ലാവരും ഒറ്റയടിക്ക് ഒരു തണ്ണിമത്തൻ മുഴുവനായിട്ട് കഴിച്ചു തീർക്കാൻ സാധ്യതയില്ല. അപ്പോൾ 2-3 പീസ് എടുക്കുകയാണെങ്കിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഹൈ ആണ്, പക്ഷേ ഗ്ലൈസീമിക് ലോഡ് കുറഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഫ്രൂട്ട്സ് എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഡയബറ്റിക് പേഴ്സണ് ഫ്രൂട്ട്സ് എടുക്കുകയും ചെയ്യാം. അത് നല്ല രീതിയിൽ നമ്മുടെ ഒരു ബാലൻസ്ഡ് ഡയറ്റിനെ അത് ഹെൽപ്പ് ചെയ്യും. ആവശ്യമുള്ള വിറ്റമിൻസ്, ആൻറ്റി ഓക്സിഡൻസ് ഇതെല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും.